ഒടുവിൽ ബലാത്സംഗ കേസിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം തിരുവല്ല സ്വദേശിനിയുടെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നു. കുഞ്ഞിനായി നിർബന്ധിച്ചുവെന്നും ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചെന്നും ഇമെയിലിൽ ലഭിച്ച പരാതിയിൽ പറയുന്നു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശും പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ആദ്യം ഗോകുലിലേക്ക് പോകാം. ഗോകുൽ, നമുക്കറിയാം ഈ ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പൊതുവേദിയിൽ ഇറങ്ങി നടത്തിയ ആ ഷോ എന്തായാലും അതിന് അല്പമായുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലായി. ആദ്യം മുതൽ തന്നെ രാഹുലിന്റെ പരാതി ഉയർന്ന സമയത്ത് SITക്ക് നേരെ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. രാഹുലിനെ ഇത്ര നാളായും പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത്. എന്തായാലും ഈ മൂന്നാമത്തെ പരാതിയിൽ അതിവിദഗ്ധമായി തന്നെയാണ് രാഹുലിനെ പൂട്ടിയിരിക്കുന്നത്. ഈ മൂന്നാമത്തെ പരാതിയിൽ എന്തൊക്കെ സുപ്രധാന കാര്യങ്ങളാണ് ഗോകുൽ പറയുന്നത് ആ പരാതിക്കാരി? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒടുവിൽ പൂട്ടിയിരിക്കുന്നത്. നിലവിൽ ഇന്നലെ രാത്രി 12:30 പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് പുലർച്ചെ തന്നെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് ഇവിടെ വെച്ചിട്ടാണ് അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തിയത്. 6 മണിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇതുവരെയും വിശദമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേധാവിയായിട്ടുള്ള ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഈ AR ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറക്കും എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും. ഇന്ന് കോടതി അവധി ദിവസമായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുന്നുണ്ടാവുക. അതിനുശേഷം ഒരുപക്ഷെ റിമാൻഡിലേക്ക് വിടാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിലേക്കോ ജയിലിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുന്നുണ്ടാവുക. പിന്നീട് അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തുടർ ചോദ്യം ചെയ്യൽ നടപടികളും തെളിവെടുപ്പ് നടപടികളും പൂർത്തീകരിക്കാനാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ എന്തായാലും മൂന്നാമതൊരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 പരാതിയിലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയുടെ ഇളവിനെ തുടർന്ന് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തെ തുടർന്ന് അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു താൽക്കാലിക ഉത്തരവിനെ തുടർന്ന് അതിൽ രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു. അതിനു മുന്നേ ഈ രാഹുലിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെ അവിടെ നിന്നും രാഹുൽ അതിവിദഗ്ധമായിട്ട് ഒളിവിൽ പോയി അങ്ങനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് കോടതിയുടെ ഒരു കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു. മറ്റൊരു കേസിൽ 21-ാം തീയതി വിധി വരാനായിട്ട് ഇരിക്കുകയാണ്. അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളൊരു കോടതി നിർദ്ദേശം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പിൻബലത്തിൽ അതിൻ്റെ ഒരു രക്ഷാകവചത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിൽക്കുകയായിരുന്നു. വീണ്ടും പൊതുസമൂഹത്തിൽ ഇറങ്ങി ഈ അധികാരികളെയും പോലീസിനെയും പൊതുജനങ്ങളെയും ഒക്കെ കബളിപ്പിച്ചു എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൽ അങ്ങനെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ വൈകിട്ട് രാത്രിയിൽ അർദ്ധരാത്രിയോടുകൂടി രാഹുൽ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെത്തി അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി അന്വേഷണ സംഘം നീക്കം നടത്തിയത്. നിലവിൽ മൂന്നാമതൊരു പരാതി ഒരു പെൺകുട്ടി തിരുവല്ല സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പരാതി നൽകിയത്. ആദ്യ 2 പരാതികളുടേതിന് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ മൂന്നാമത്തെ പരാതിയിലും മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ലൈംഗിക ഉപദ്രവം അതോടൊപ്പം തന്നെ ഗർഭഛിദ്രം അടക്കമുള്ള ആരോപണങ്ങൾ ഈ മൂന്നാമത്തെ പരാതിയിലും മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും മൂന്നാമത്തെ പരാതി ലഭിച്ച സാഹചര്യത്തിൽ തീർച്ചയായും ഗോകുൽ, നമുക്ക് അരുണിലേക്കൊന്ന് പോകാം. അരുൺ, നോക്കൂ, ആ 3 പരാതികൾ തന്നെ പരിശോധിച്ചാൽ ആ പരാതിയിലെ വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരേ രീതിയിലുള്ള ലൈംഗിക അതിക്രമം. ഒരേ രീതിയിൽ ആദ്യം വിവാഹ വാഗ്ദാനം നൽകുന്നു, പീഡിപ്പിക്കുന്നു, കുഞ്ഞ് വേണമെന്ന് പറയുന്നു, ഗർഭിണിയായതിനു ശേഷം ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന് നിഷേധിക്കുന്നു, അതിനുശേഷം ഇവരെ മാനസികമായും ശാരീരികമായും അതിക്രൂരമായി മർദ്ദിക്കുന്നു, ഈ ഗർഭചിത്രം നടത്തണമെന്ന് പറയുന്നു. അതായത് ഈ 3 പരാതികളിലും ഒരേ രീതിയിലുള്ള ആരോപണങ്ങളാണ്. അതായത് ഇദ്ദേഹം അതിക്രൂര വൈകൃതത്തിന് ഉള്ള ഒരു അടിമയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ മൂന്നാമത്തെ പരാതിയിൽ ഈ അതിജീവിതം നൽകുന്ന മൊഴിയിൽ ഏറെ സുപ്രധാനമായ ചില വിവരങ്ങളുണ്ട്. അവരെ ശാരീരികമായി മർദ്ദിച്ചു. അപ്പം മറ്റൊരു പുതിയ ആരോപണം എന്ന് പറയുന്നത് ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള ചില നിർണായക വിവരങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വരുന്നുണ്ട്. എന്താണ് ഈ പെൺകുട്ടിയുടെ മൊഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണോ? എങ്ങനെയാണ് അതിവിദഗ്ധമായി പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് രാഹുലിനെ ഈ അന്വേഷണ സംഘം പിടികൂടിയത്? അരുൺ.
അശ്വതി, ഇന്നൊരു പുലർച്ചെ 12:30 അന്വേഷണ സംഘം പാലക്കാട് നഗരത്തിലെ KPM ഹോട്ടലിലേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തിയ സമയത്ത് കൃത്യമായിട്ട് ആദ്യം റിസപ്ഷനിലേക്ക് കടന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളുടെയൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ച് അതിനുശേഷം രാഹുലിൻ്റെ മുറി ഏതാണെന്ന് ചോദിച്ചറിഞ്ഞ് ആ മുറിയിലേക്ക് എത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അന്വേഷണ സംഘം ചെയ്തത്. അതീവ രഹസ്യമായിട്ടായിരുന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. 12:30 കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ DYSP ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഉടൻ തന്നെ വാഹനത്തിൽ കയറ്റി പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 2 മണിയൊക്കെ കഴിയുമ്പോഴേക്കും തൃശ്ശൂർ തന്നെ വാഹനം പിന്നിട്ടിരുന്നു എന്നുള്ളതാണ്. ഏതായാലും പോലീസ് വളരെ അതിരഹസ്യമായിട്ടാണ് നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. ഒപ്പം അശ്വതി ചോദിച്ചതിലേക്ക് വരുമ്പോൾ ഈ പരാതിക്കാരിയുടെ പരാതിയിൽ മുമ്പുണ്ടായിരുന്ന 2 പരാതികളെ അപേക്ഷിച്ച് ഈ 3ാമത്തെ പരാതിയിലേക്ക് വരുമ്പോൾ അതിൽ സാമ്പത്തിക കാര്യങ്ങൾ കൂടി പറയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റ് 2 പരാതികളിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു യുവതിയെ സാമ്പത്തികമായിട്ട് വരെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയായ ഈ യുവതി വിദേശത്താണ്. വിദേശത്ത് ഇവരെ കാണാൻ വേണ്ടി വിദേശത്തേക്ക് ഉൾപ്പെടെ രാഹുൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ വെച്ച് ഉൾപ്പെടെ സാമ്പത്തികപരമായിട്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് എടുത്തു നൽകാമെന്ന് പറഞ്ഞും മറ്റും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം പലതരത്തിൽ ഷൂസ്, വിവിധ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനൊക്കെ ഇവരിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. നമുക്ക് ഗോകുലിലേക്കൊന്ന് പോകണം. ഗോകുൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകുന്നുണ്ട്. ചോദ്യം ചെയ്യലിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, എല്ലാം അഭിഭാഷകൻ പറയുമെന്നാണ് മാങ്കൂട്ടത്തിൽ SITയോട് പറയുന്നത്. ഗോകുൽ, എന്തുകൊണ്ടാണ് രാഹുലിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ, രാഹുൽ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിനോട് സഹകരിക്കാത്തത്? ഒരുപക്ഷെ നേരത്തെ തന്നെ ഇനിയും തനിക്കെതിരെ പരാതികൾ ഉയരും, താൻ വേണ്ട ബാക്കപ്പ് പ്ലാനുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിയിട്ടുണ്ട്, അതുകൊണ്ടാണോ അഭിഭാഷകൻ എല്ലാം പറഞ്ഞോളും എന്ന് പറയുന്നത്? ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഈ അഭിഭാഷകനെയൊക്കെ തയ്യാറാക്കി നിർത്തിയിരുന്നു. അശ്വതി, 6 മണി മുതൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇതുവരെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യലിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല രാഹുൽ. അതായത് അദ്ദേഹം പറയുന്നത് എല്ലാം തൻ്റെ അഭിഭാഷകൻ പറയും, കോടതിയിൽ പറഞ്ഞോളും എന്നുള്ള രീതിയിലുള്ള മറുപടി മാത്രമാണ് രാഹുലിൻ്റെ ഭാഗത്ത് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതല്ലാതെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് യാതൊരു മറുപടിയും പറയാനായിട്ട് രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നിലവിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള G പൂങ്കഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിനുള്ളിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 4-4.5 മണിക്കൂറായി നീണ്ടു നിൽക്കുന്ന ഈ ചോദ്യം ചെയ്യലിൽ ഇനിയും പല ചോദ്യങ്ങൾക്കും രാഹുൽ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല, എല്ലാം തൻ്റെ അഭിഭാഷകൻ പറഞ്ഞോളും എന്ന് മാത്രമാണ് പറയുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ആ രീതിയിൽ അന്വേഷണത്തോട് പൂർണ്ണമായിട്ടും നിസ്സഹകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ കോടതിയിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കും, മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും. ആ വേളയിൽ അരുണിലേക്കൊന്ന് പോകാം. അരുൺ, പാലക്കാട് MLA ഓഫീസിന് മുൻപിൽ നിന്നാണ് നമുക്ക് പ്രേക്ഷകർക്കായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അരുൺ, നാഥനില കളരിയായി മാറിയോ പാലക്കാട് MLAയുടെ ഓഫീസ്? എന്താണ് MLA ഓഫീസിന്റെ നിലവിലെ അവസ്ഥ? ഇപ്പോഴും ഇത്രയും പരാതികൾ വന്നിട്ടും അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് MLA ആയി കണക്കാക്കുന്നുണ്ടോ അരുൺ? അശ്വതി, പാലക്കാട്ടെ MLA ഓഫീസ് ഇന്നിപ്പോൾ അതിരാവിലെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജീവനക്കാർ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും MLAയുടെ വാഹനം ഉൾപ്പെടെ എപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ബോർഡിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് MLA എന്നുള്ള ബോർഡ് മാറ്റി അതിനെ മറച്ചു വെച്ചിട്ടുള്ള രീതിയിലാണ് വാഹനം ഇപ്പോൾ ഈ MLA ഓഫീസിന് മുന്നിൽ ഉള്ളത്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം MLA എന്ന നിലയ്ക്ക് തുടരുമ്പോൾ പാലക്കാട്ടെ ഓരോ വോട്ടർമാരും അതീവ നാണക്കേടിൽ തന്നെയാണ്. അവർ ജയിപ്പിച്ചു വിട്ട 18,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ട വ്യക്തിയാണ്. ഇത്തരത്തിലൊരു ലൈംഗിക വൈകൃതത്തിന് ഉടമയായിട്ടുള്ള വ്യക്തി. ആ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിൽ തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ. ഒപ്പം ആ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർ വലിയ നാണക്കേടിൽ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും രാഹുലിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ രാഹുൽ പാലക്കാട് നഗരത്തിലെത്തി നൂറണി എന്നൊരു പ്രദേശത്ത് പോവുകയും ആ നൂറണിയിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ ഒരു ഉത്സവ പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പാലക്കാട് നഗരസഭയിലെ
കൗൺസിലറായ വിപിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോഴും രാഹുലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇതേ MLA ഓഫീസിലേക്ക് രാഹുൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുലിൻ്റെ ഈ ഓഫീസിലേക്ക് നിരവധി കൗൺസിലർമാർ, പാലക്കാട് നഗരസഭയിൽ വിജയിച്ചിട്ടുള്ള UDFൻ്റെ കൗൺസിലർമാർ, നിരവധി ആളുകൾ രാഹുലിനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. അതായത് ഇത്തരത്തിലൊരു മോശ പശ്ചാത്തലമുള്ള വ്യക്തി നിരന്തരം പരാതികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമില്ലാതെ ഒരു വശത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറയുന്നു, മറുവശത്ത് രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന സമീപനം അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് രാഹുലിൻ്റെ ഈ പാലക്കാട് നഗരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്, അതായത് രാത്രി 12:30 അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വൈകുന്നേരം വരെയും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതായത് UDFൻ്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാഹുലിനൊപ്പം ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട്ടെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. അവർ തിരഞ്ഞെടുത്ത് വിട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു മോശം പശ്ചാത്തലം ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു വരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുക എന്നുള്ള സ്വാഭാവികം ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളോട് മറുഭാഗത്ത് നിന്ന് കൃത്യമായ ചോദ്യങ്ങളും ഉയരുന്ന സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും കുടുംബത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളുക എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും മറുവശത്ത് ഉയരുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും ആദ്യമൊക്കെ ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ രാഹുലും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് തനിക്കെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ എന്നായിരുന്നു. 1 അല്ല 2 അല്ല 3 പരാതികൾ ഉണ്ടായിരിക്കുന്നു. 3 പരാതികളിലും പറയുന്ന കാര്യങ്ങളാണെങ്കിൽ വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഏതായാലും MLA ഓഫീസിൽ ഇപ്പോൾ MLAയുടെ ജീവനക്കാരുൾപ്പെടെ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപ് വരെ അവരുൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിയെ MLA ആയി തുടരാൻ അനുവദിച്ച കോൺഗ്രസ്, അതെ, അത് തന്നെയാണ് അരുൺ. ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ജനപ്രതിനിധിക്ക് നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ പരാതിയിലും സമാന ആരോപണങ്ങൾ. അതിൽ പുതുതായുള്ളൊരു ആരോപണം ഈ സാമ്പത്തികമായും ചൂഷണം ചെയ്തു. ലൈംഗികമായും മാനസികമായും ശാരീരികമായും ഒപ്പം ഇപ്പോൾ സാമ്പത്തികമായും ചൂഷണം ചെയ്തു, ഗർഭചിത്രം നടത്തി, അതിക്രൂരമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ മൂന്നാമത്തെ പരാതിയിൽ രാഹുലിനെ അതിവിദഗ്ധമായി പൂട്ടിയിരിക്കുകയാണ് SIT.